വെരിലോഗ് എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജാണ് HDL. അപ്പം HDL അബ്സ്ട്രാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പടമാണ് വരയ്ക്കേണ്ടത്. അതായത് മെറ്റീരിയൽ ഉണ്ടാക്കും, അതിൽ നിന്നാണ് സർക്യൂട്ട് ഉണ്ടാക്കുന്നത്. സർക്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്ത് ഗേറ്റ് ഉണ്ടാക്കും, ഗേറ്റ് യൂസ് ചെയ്ത് രജിസ്റ്റേഴ്സ് ഉണ്ടാക്കും. രജിസ്റ്ററിനകത്താണ് അൽഗോരിതവും സാധനങ്ങളും എല്ലാം നമ്മൾ എഴുതുന്നത്. CPU ഒക്കെ അത് വെച്ചിട്ടാണ് സിസ്റ്റം ഉണ്ടാക്കിയേക്കുന്നത്. എന്നിട്ട് സൈഡിൽ അബ്സ്ട്രാക്ഷൻ ലെവലും കാണിക്കണം. ലോ ലെവൽ ഡീറ്റെയിൽ താഴോട്ട് വരുന്നതനുസരിച്ചാണ് കിട്ടുന്നത്. ഇതാണ് HDL അബ്സ്ട്രാക്ഷൻ. അടുത്ത ഡിജിറ്റൽ ഡിസൈൻ ഫ്ലോ. ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഫങ്ഷണൽ ഡിസൈൻ ചെയ്യും. ഡിസൈൻ എന്ന് വെച്ചാൽ ട്രൂത്ത് ടേബിളൊക്കെ എഴുതി ഇക്വേഷനൊക്കെ കണ്ടുപിടിക്കും. പിന്നെ ഇക്വേഷനെ സിന്തസൈസ് ചെയ്യും, K-മാപ്പ് വെച്ച് റെഡ്യൂസ് ചെയ്ത്. സിന്തസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ആണല്ലോ കിട്ടുന്നത്. ഈ ഇക്വേഷനിൽ ആൻഡും ഓറും എല്ലാം ഇരിപ്പുണ്ടല്ലോ. ഈ ആൻഡും ഓറും ഏത് ടെക്നോളജി യൂസ് ചെയ്ത് മാപ്പ് ചെയ്യണമെന്ന് തീരുമാനിക്കും. ടെക്നോളജി പല ടൈപ്പ് ഉണ്ട് ഈ ആൻഡ് ഗേറ്റ്സും ഓർ ഗേറ്റ്സും ഉണ്ടാക്കാനുള്ള. അപ്പം TTL, CMOS അങ്ങനത്തെ ഏത് ടെക്നോളജി വേണമെന്ന് തീരുമാനിക്കും. ഈ ടെക്നോളജി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിലെ ഡിലേ കുറയ്ക്കാമെന്ന് തീരുമാനിക്കും. അതാണ് പ്ലേസ് ആൻഡ് റൂട്ട്. അതെല്ലാം കഴിഞ്ഞ് എല്ലാം കംപ്ലീറ്റ് ആകുമ്പോൾ വെരിഫൈ ചെയ്യും നമ്മുടെ സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോയെന്ന്. ഓക്കെ ആണെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്യും. ഓരോ സ്റ്റേജിലും തന്നെ നമ്മൾ സിമുലേറ്റ് ചെയ്ത് നോക്കും. സിമുലേറ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകും. ഓക്കെ അല്ലെങ്കിൽ ആ സ്റ്റേജിൽ തന്നെ ഒന്നും കൂടെ ഡിസൈനും എല്ലാം ചെയ്യും.